നിങ്ങളൊരു വീട് പണിയുകയാണ് എന്ന് വിചാരിക്കുക. എന്നാൽ ഒരു ബിൽഡിംഗ് പ്ലാൻ കയ്യിലില്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ ഇഷ്ടികകൾ വെച്ചുകൊണ്ട് വീട് പണിത് തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും എന്താകും? എന്നാൽ കണ്ടന്റ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും ഇതുപോലെയാണ് പലപ്പോഴും നടക്കാറ്. കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ലാതെ, കൃത്യമായിട്ടൊരു ക്രമമില്ലാതെ എല്ലാ സമയത്തും നമ്മൾ തോന്നുന്നത് പോലെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. ചില സമയങ്ങളിൽ ഒന്നും പോസ്റ്റ് ചെയ്യാതിരിക്കുന്നു. ഇങ്ങനെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അവസാനമോ നമുക്ക് ഫോളോവേഴ്സ് കൂടുന്നില്ല, എൻ്റെ ഇടുന്ന പോസ്റ്റുകൾക്ക് റീച്ച് കിട്ടുന്നില്ല എന്ന ചിന്തയായിരിക്കാം മനസ്സിൽ വരിക, അല്ലേ? ഇനി നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് ക്രിയേഷൻ പ്ലാനിങ്ങിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ChatGPT ഒക്കെ സഹായത്തോടു കൂടി ഓരോ ദിവസവും ഏത് കണ്ടന്റാണ് വരുന്നതെന്ന്, അല്ലെങ്കിൽ മുൻകൂട്ടി ഏതൊക്കെ ദിവസം പോസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്താൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ദിവസങ്ങൾ. കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിലെ ടെൻഷൻ ഒഴിവാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന 3 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. 1, നമ്മൾ തീം പ്ലാൻ ചെയ്യുക. 2 പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഒരുമിച്ച് ചെയ്യുക. 3 പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്യുക. ഓരോ ദിവസവും നമ്മൾ പോസ്റ്റ് ചെയ്യാതെ മുൻകൂട്ടി നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് മെറ്റാസ്യൂട്ട് പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എങ്ങനെയാണ് കണ്ടന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നതെന്നുള്ള ഒരു ഫുൾ കണ്ടന്റ് കലണ്ടറിന്റെ ഒരു പ്ലാനിങ് ക്ലാസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചാറ്റിൽ കമന്റ് ചെയ്യുക. കണ്ടന്റ് എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് അയച്ചു തരാം.